BKF ആദ്യ എഡിഷനിൽ പല വേദികളിലും സദസ്സിൽ ഒരു കാണിയായിട്ട് ആവേശപൂർവ്വം പങ്കെടുത്തിരുന്നു. അൽഹംദുലില്ലാഹ് 3 വർഷത്തിന് ശേഷം വേദിയിൽ ഇങ്ങനെ ഒരു ഇടം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല. വലിയ ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. മുസ്ലിം ഫിഷർ ഫോക്ക് ഓഫ് കേരള ഫെയ്ത്ത് കമ്മ്യൂണിറ്റി ആൻഡ് ടെൻഷൻസ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സെഷന് ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഇംഗ്ലീഷ് സെഷൻ അല്ല, പക്ഷേ ഒരു ഇംഗ്ലീഷ് ശീർഷകം കൊടുക്കേണ്ടി വന്നതിൻ്റെ ഒരു സാഹചര്യം ഞാൻ ആദ്യം പറയാം. ഈ ഒരു ശീർഷകം മലയാളീകരിക്കാൻ തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം കേരളത്തിലെ മുസ്ലിം ഫിഷർ ഫോക്ക് എന്നുള്ളതിന് ഞാൻ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു മലയാള പദം കൊടുക്കാൻ ഞാൻ പേഴ്സണലി ബുദ്ധിമുട്ടി. കാരണം മുക്കുവർ എന്നൊക്കെ നമ്മൾ പര്യായമായിട്ട് പലപ്പോഴും മത്സ്യത്തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ മത്സ്യബന്ധന സമൂഹങ്ങൾക്ക് നൽകുമെങ്കിലും കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ, പ്രത്യേകിച്ച് മുസ്ലിം മത്സ്യത്തൊഴിലാളികൾ മുക്കുവർ എന്ന് പറഞ്ഞ പേരിൽ അങ്ങനെ അറിയപ്പെടാറില്ല. ക്രിസ്ത്യൻ മുക്കുവരും ഹിന്ദു മുക്കുവരും ഉണ്ടെങ്കിലും കേരളത്തിലെ മുസ്ലിം മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ മത്സ്യബന്ധന സാമൂഹ്യ വിഭാഗങ്ങൾ വളരെ വൈജാത്യമുള്ളതാണ്. കാസർഗോഡ് തീരം മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ വളരെ വൈവിധ്യം പൂർണ്ണമായിട്ടുള്ള ഒരു സമൂഹം തന്നെയാണ് മുസ്ലിം മത്സ്യത്തൊഴിലാളി സമൂഹങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറയാം, എനിക്കൊരു മാസം ഒരു എത്നോഗ്രഫിക്കൽ എക്സ്പീരിയൻസ് ഉള്ളത് തിരുവനന്തപുരത്തെ ചിറയൻകീഴ്, കഠിനംകുളം, അഴൂർ പഞ്ചായത്തുകൾ ചേർന്ന് നിൽക്കുന്ന പെരുമാതുറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു എത്നോഗ്രഫിക് എക്സ്പീരിയൻസ് ആകും ഞാൻ പ്രാഥമികമായിട്ട് എൻ്റെ ഒരു സംസാരത്തിൽ ഉപയോഗിക്കുക. മറ്റുള്ളതൊക്കെ എൻ്റെ വായനയിൽ നിന്നും ചില ഗവേഷകരുമായിട്ടുള്ള സംസാരങ്ങളിൽ നിന്നും കിട്ടിയ അറിവായിരിക്കും ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. പക്ഷെ എൻ്റെ ഒരു ഫീൽഡിൽ നിന്നുള്ള അറിവ് കുറച്ചും കൂടി ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അതിൽ കുറെ കൂടി ഊന്നി സംസാരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആദ്യം തന്നെ കേരളത്തിലെ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ തന്നെ സാമൂഹ്യപരമായിട്ട് പല വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. നമ്മളെല്ലാവരും അറിയുന്നൊരു കാര്യം തന്നെയാണ്. പലതരത്തിലുള്ള സാമൂഹ്യ വിഭാഗങ്ങളും സാംസ്കാരിക ഉപവിഭാഗങ്ങളും മുസ്ലിം സംസ്കൃതിയുടെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യയുടെ നാനാഭാഗത്തുമുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ചുമുണ്ട്. പക്ഷേ പൊതുവെ നമ്മൾ അരികവൽക്കരിക്കപ്പെടുന്ന മാർജിനലൈസ് ചെയ്യപ്പെടുന്ന കമ്മ്യൂണിറ്റികളെ കുറിച്ച് സംസാരിക്കാറില്ല. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഈ പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ കേരളത്തിൻ്റെ നാവികപ്പട, നമ്മുടെ രക്ഷകരായിട്ട് അവർ അവതരിച്ചവർ, അവരുടെ ഒരു സാമൂഹ്യ സേവന സന്നദ്ധതയും രക്ഷാപ്രവർത്തനമൊക്കെ വാതോരാതെ സംസാരിക്കുമ്പോഴും നമ്മുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും പരിഹസിക്കപ്പെടുന്ന, അരികവൽക്കരിക്കപ്പെടുന്ന ഒരു ജനവിഭാഗം തന്നെയാണ് ഈ ഒരു ഫിഷർ ഫോക്ക് കമ്മ്യൂണിറ്റി എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു സത്യമാണ്. അപ്പോൾ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ പൊതുവെ എല്ലാ നാടുകളിലും ഏറ്റവും വലിയ അരികവൽക്കരണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ അതിൽ തന്നെ ഇത്തരത്തിലുള്ള ഒക്കുപ്പേഷണൽ ഗ്രൂപ്പ് മത്സ്യബന്ധന സമൂഹങ്ങളൊക്കെ നമ്മൾ അവരുടെ സോഷ്യൽ എഡ്യൂക്കേഷണൽ പാരാമീറ്റേഴ്സൊക്കെ നോക്കുമ്പോൾ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കേരളത്തിൽ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്, എന്തൊക്കെ അവരെ സംബന്ധിച്ചുള്ള സങ്കീർണതകൾ നിലനിൽക്കുന്നുണ്ട്, അവരുടെ സാമൂഹ്യ വിഭാഗം എന്നുള്ള രീതിയിൽ അവരെ ഏതൊക്കെ വിവേചനങ്ങൾ നേരിടുന്നുണ്ട്, എന്നാൽ അതിനെയൊക്കെ അവരെങ്ങനെയൊക്കെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു മുസ്ലിം മത്സ്യബന്ധന സമൂഹത്തിൻ്റെ ഡെഫിനിഷനിൽ ഇസ്ലാമിന് എത്രത്തോളം റോളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം മത്സ്യബന്ധന സമൂഹങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ഫിഷർ ഫോക്ക് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരുപാട് വിഭാഗങ്ങളെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ മലബാറിൻ്റെ തീരത്ത്, നമ്മുടെ വടക്കൻ കേരളത്തിൻ്റെ തീരത്ത് തന്നെ മത്സ്യബന്ധന സമൂഹങ്ങളെ പല പേരിലാണ് സൂചിപ്പിക്കാറുള്ളത്. ഇപ്പോൾ ഹിന്ദുക്കൾക്കിടയിൽ തന്നെ അരയന്മാരുണ്ട്, ധീവര കമ്മ്യൂണിറ്റി ഉണ്ട്, മുക്കുവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗമുണ്ട്. പിന്നെ മലബാറിൽ കോഴിക്കോട് മലപ്പുറത്തൊക്കെ ഉള്ളവർക്ക് അറിയാം, ഇവിടെ പൂസലാൻ, പൂയിസ്ലാം അല്ലെങ്കിൽ പുതു ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകളിൽ പലപ്പോഴും വിളിക്കപ്പെടുന്ന മുസ്ലിം മത്സ്യബന്ധന വിഭാഗങ്ങളുണ്ട്. അല്ലെങ്കിൽ പൊതുവെ ജനറലി കടപ്പുറത്തുകാർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വിളികൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇനി അങ്ങ് തെക്കോട്ട് പോകുമ്പോൾ തിരുവനന്തപുരം ഭാഗത്തൊക്കെ പോകുമ്പോൾ മരക്കാന്മാർ അങ്ങനെ പല പേരിൽ ഈ മുസ്ലിം ഫിഷർ ഫോക്ക് കമ്മ്യൂണിറ്റിയെ സൂചിപ്പിക്കാറുണ്ട്. കൊല്ലത്തൊക്കെ എത്തുമ്പോൾ അവരെ
ജോനക കടപ്പുറമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ജോനക മാപ്പിളമാരെന്നുള്ളത് നസ്രാണി മാപ്പിളാരെന്ന് വ്യത്യസ്തമായിട്ട് മുസ്ലിങ്ങളെ പറയാൻ ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് ചരിത്രത്തിലെങ്കിലും ജോനകർ എന്നുള്ളൊരു പദം പലയിടത്തും കേൾക്കാറുണ്ട്. മരക്കായന്മാർ എന്നുള്ളത് ഭീമാപള്ളി വിഴിഞ്ഞം ഭാഗത്തൊക്കെ മുസ്ലിം ഫിഷർ ഫോക്കിനെ പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫീൽഡ് വർക്ക് ചെയ്തിട്ടുള്ള പെരുമാതുറയിൽ വേറൊരു പദമാണ് ഉപയോഗിക്കുന്നത്. അവിടെ മുസ്ലിം മത്സ്യബന്ധന തൊഴിലാളികളെ വട്ടത്തുകാർ എന്നാണ് ബാക്കിയുള്ളവർ പറയാം. അപ്പൊ ഈ ഒരു പദാവലിയുടെ ഒക്കെ ഒരു വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇത് ഈ മത്സ്യത്തൊഴിൽ ഏർപ്പെടുന്ന ജനവിഭാഗം പലപ്പോഴും അവരെ അഭിമാനപൂർവ്വം പറയുന്ന ഒരു പദമല്ല. അല്ലെങ്കിൽ ഇക്കാലത്ത് ഇവരായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പല പദത്തിലും ഒരു ഡെറഗേറ്ററിയുടെ ഒരു അംശങ്ങളുണ്ട്. അപ്പോൾ പൂസല എന്ന് പറഞ്ഞ പദം തന്നെ ഇവരാരും ഇപ്പോൾ പൊന്നാനിയും പരപ്പനങ്ങാടിയും കാപ്പാടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ തൊഴിലിൽ ഏർപ്പെടുന്നവർ അവരങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ താല്പര്യപ്പെടാത്തതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ അതിനേറ്റ് ഉൾച്ചേർന്നിട്ടുള്ള ഡെറഗേറ്ററിയുടെ അംശങ്ങളാണ്. അപ്പോൾ ചില പദത്തിൻ്റെ എറ്റിമോളജി നോക്കുമ്പോൾ ചിലപ്പോൾ നല്ല വശത്തുനിന്ന് തുടങ്ങിയതാണെങ്കിലും അത് സമൂഹത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ മാനങ്ങൾ മാറും. ഇപ്പോൾ തെക്കൻ കേരളത്തിൽ ഞാൻ കുറച്ചു കാലം ഫീൽഡ് വർക്ക് നടത്തിയൊരു എക്സ്പീരിയൻസ് പറയാണ്. അവിടെ മുസ്ലിങ്ങളെ ജനറലി ചിലപ്പോൾ മേത്തന്മാർ എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവർ പറയാറുണ്ട്. പക്ഷെ അതിലും ഇക്കാലത്ത് ഒരു ഡെറഗേറ്ററിയുടെ അംശമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എറ്റിമോളജി നോക്കുമ്പോൾ ചില ക്ലെയിംസ് എന്താണെന്ന് വെച്ചാൽ അത് മേൽത്തരക്കാർ എന്നുള്ള ഒരു നല്ല വാക്കുന്ന് ഉണ്ടായതാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഒരു മേത്തൻ മണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മണിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ഇതുപോലത്തെ ഒരു പ്രമാണിയായിട്ടുള്ള മുസ്ലിമിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മണിയാണ്. പക്ഷെ അവിടെയും മേത്തൻ എന്ന് പറഞ്ഞത് ഇക്കാലത്ത് ഒരു ഡെറഗേറ്ററി ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഉപയോഗിക്കാൻ മടിക്കുന്ന ഒരു വാക്കാണ്. അതേപോലെ തന്നെയാണ് മരക്കായന്മാർ. അല്ലെങ്കിൽ മരക്കാന്മാർ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടൊക്കെ അതൊരു സോഷ്യൽ ക്ലാസ് എന്നുള്ള രീതിയിൽ തരക്കേടില്ലാത്ത ഒരു എലൈറ്റ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കുഞ്ഞാലി മരക്കാന്മാരുടെ ഒക്കെ പേര് തേടുമ്പോൾ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രൗഢമായിട്ടുള്ള ഒരു പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു സമൂഹത്തെ ഇന്ന് മരക്കായന്മാർ അല്ലെങ്കിൽ മരക്കാന്മാരെന്ന് പറയുമ്പോൾ അതിലൊരു അപഹാസ്യത്തിൻ്റെയും പരിഹാസ്യത്തിൻ്റെയും ധ്വനിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, കേരളത്തിലെ ഏത് ഫിഷർ ഫോക്ക് കമ്മ്യൂണിറ്റിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതേപോലെ കീഴാള വിഭാഗമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പേരുകൾ, ജാതി പേരുകളിലൊക്കെ മുഖ്യധാരയുടെ ഇടയിൽ ഒരു ഡെറഗേറ്ററിയുടെ അംശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യബന്ധന സമൂഹങ്ങൾ പലപ്പോഴും ആ പേരിൽ അറിയപ്പെടാൻ താല്പര്യപ്പെടാറില്ല. അതുകൊണ്ടാണ് ഞാൻ ജനറലി മുസ്ലിം ഫിഷർ ഫോക്ക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ വാക്ക് ഈ ടൈറ്റിൽ ഉപയോഗിച്ചത്. ഒന്നാമത് അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി കാരണവും മറ്റ് ഇതിനേറ്റ് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡെറഗേറ്ററിയുടെ അംശങ്ങൾ കാരണമാണ്. ഇനി ഇവരെ നമ്മൾ എവിടെ സിറ്റുവേറ്റ് ചെയ്യും എന്നുള്ളതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഫിഷർ ഫോക്ക് കമ്മ്യൂണിറ്റി വളരെ വൈവിധ്യമാർന്നതാണ്. അപ്പോൾ തെക്കോട്ട് പോകുന്തോറും ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്തീയ മതവിഭാഗത്തിൽപ്പെട്ട ഫിഷർ ഫോക്ക് കമ്മ്യൂണിറ്റീസ് കാണാം. അതിൽ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടതും കാണാം. മുസ്ലിമുകൾ കമ്പാരിറ്റീവ്ലി ചെറിയൊരു എന്താ പറയുക പേഴ്സൻറ്റേജിൽ കണക്ക് പ്രകാരം ചിലപ്പോൾ ഒരു ന്യൂനപക്ഷമായിരിക്കാം. എങ്കിൽ പോലും ഈ മൂന്ന് വിഭാഗങ്ങളായിട്ട് നമ്മൾ അവരുടെ ഒരു നിലവിലത്തെ സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ അളക്കുമ്പോൾ ഏറ്റവും എന്താ പറയുക ഏറ്റവും താഴേക്കിടയിൽ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിം മത്സ്യബന്ധന സമൂഹം, പ്രത്യേകിച്ച് ഇപ്പോഴും ആ തൊഴിലിൽ ഏർപ്പെട്ടവർ. അപ്പോൾ അതിന് പ്രധാനമായിട്ടും പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങൾ കേരളത്തിലും വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യപരമായിട്ടും പൂർണ്ണമായിട്ട് ഉന്നതി പ്രാപിച്ചിട്ടില്ല. സാമ്പത്തികമായിട്ട് ഈ ഗൾഫ് ബൂമൊക്കെ കാരണം നമുക്ക് ചെറിയൊരു ഉന്നമനം കിട്ടിയിട്ടുണ്ടെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഇപ്പോഴും വളരെ വലിയ പിന്നോക്കാവസ്ഥയാണ്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലുള്ള പ്രാതിനിധ്യമൊക്കെ നോക്കുമ്പോൾ അത് കാണാൻ പറ്റും. അപ്പം പ്രവിശ്യ നമ്മൾ ഇവരെ ഈ മുസ്ലിം മത്സ്യ വിഭാഗങ്ങളെ നോക്കുമ്പോൾ അവരുടെ അവസ്ഥ അതിനേക്കാൾ ദയനീയമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവരെ ചർച്ച ചെയ്യപ്പെടണം, അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടണം. ഒന്നുമില്ലെങ്കിലും നമ്മളെപ്പോലെയുള്ളവർ നമ്മുടെ സമുദായ സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ അവരെ പലപ്പോഴും അവഗണിക്കുകയാണ്, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാതിരിക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വേദിയിൽ നമുക്ക് അവരെക്കുറിച്ചുള്ള ചർച്ചകൾ, സംസാരങ്ങൾ, അതിനൊക്കെ ഒരു ചിന്തകളും ആക്കം കൂട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളിവരുടെ ഒരു ഒക്കുപ്പേഷണൽ ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് ചർച്ച ചെയ്യുന്നത്. ഇവരുടെ മതം, ഇസ്ലാം, വിശ്വാസം ഇതൊക്കെ ഈ ഉൾനാട്ടിലെ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് വളരെ വ്യതിരിക്തമായിട്ടുള്ള ഒന്നാണെന്ന് പറഞ്ഞു വെക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ജാഗ്രതയുണ്ട്. എങ്കിൽ പോലും സാമൂഹ്യ ശ്രേണിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പലതരത്തിലുള്ള വിവേചനങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് അവർ. അത് നമുക്ക് അങ്ങനെ കണ്ണിൽ പൊടിയിട്ടിട്ടോ കണ്ണടയ്ക്കാനോ പറ്റുന്നൊരു വിഷയമല്ല. അപ്പോൾ നമ്മുടെ ഒരു പ്രൊഫസർ സെയ്ദ് അലി സാർ ഇന്നലെ ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ, മുസ്ലിങ്ങളുടെ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ ഇൻ മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഠനമുണ്ട്. അപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കേരളത്തിൽ
18-19 നൂറ്റാണ്ടുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വലിയ തോതിലുള്ള ഒരു മതപരിവർത്തനം നടക്കുന്നുണ്ട്. കാരണം ജാതീയ ഉച്ചനീതിത്വങ്ങൾ ഉറഞ്ഞു തുള്ളുന്നൊരു സമയമായിരുന്നു. അപ്പോൾ മമ്പുറം തങ്ങന്മാരുടെയും മറ്റൊക്കെ പ്രവർത്തനങ്ങൾ കാരണം ഏറനാട്ടിലും ഈ വള്ളുവനാട്ടിലും അതുപോലെ ഈ മലബാറിൽ പ്രത്യേകിച്ച് വോളണ്ടറി പല കീഴാള ജനവിഭാഗങ്ങളും ഇസ്ലാമിലേക്ക് പരിവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇൻലാൻഡിലെ ഹിൻഡർലാൻഡിലെ ഉൾനാട്ടിലെ മാപ്പിളമാരാവാൻ അവർക്കൊന്ന് പൊന്നാനി പോയി തൊപ്പിട്ടാൽ മതിയായിരുന്നു. ഞാനിവിടെ പറയാൻ വരുന്നത് എന്താ വെച്ചാൽ, പെട്ടെന്ന് മതം മാറി എന്ന് വിചാരിച്ച് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസും എല്ലാം പെട്ടെന്ന് വലിയ തോതിൽ മാറി എന്നല്ല, എങ്കിലും അവരുടെ അതുവരെ ഉണ്ടായിരുന്ന ജാതി ശ്രേണിയിൽ അനുഭവിച്ചിരുന്ന പല പ്രശ്നങ്ങൾക്കുള്ളൊരു ആശ്വാസം ഈ ദീനിൽ അവർക്ക് കിട്ടിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്കൊരു ആത്മാഭിമാനം ലഭിച്ചിരുന്നു. അപ്പോൾ ഞാൻ അടക്കം വരുന്ന ചെറൂര് കലാപത്തിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ നമുക്ക് അന്വേഷിച്ച് അങ്ങനത്തെ ഒരു കാരണം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കീഴാള ജനവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ അവർ മാപ്പിളമാരായിട്ട് മാറുമ്പോൾ അവർക്ക് മാപ്പിള കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക, ഒരു ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഇൻറ്റിഗ്രേഷൻ പലപ്പോഴും ഈ തീരദേശ മേഖലകളിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതായത് ഉൾനാട്ടിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു കീഴാള ജനവിഭാഗക്കാരൻ, ഒരു ചെറുമനോ അല്ലെങ്കിൽ ഒരു പുലയനോ ഇസ്ലാം സ്വീകരിച്ച് മാപ്പിളയാകുന്നത് പോലെ അത്ര നിസാരമല്ലായിരുന്നു മത്സ്യബന്ധന സമൂഹങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഹിന്ദു ജാതികൾ. അവർ അരയന്മാരാവട്ടെ മുക്കുവന്മാരാവട്ടെ, അവർ ഇസ്ലാമിലേക്ക് കയറി വന്നപ്പോൾ അവർ മാപ്പിളമാരായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, അവരുടെ ഒരു ഒക്കുപ്പേഷൻ മത്സ്യബന്ധനമായിട്ട് തുടരുകയും മറ്റൊന്ന് അവരുടെ ഒരു സോഷ്യൽ സെറ്റിൽമെന്റ് എപ്പോഴും ഈ ഒരു കോസ്റ്റൽ ഫ്രിഞ്ചുകളിലായിരുന്നു. അവരുടെ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ തീരദേശത്തോടനുബന്ധിച്ച് അവരുടെ തൊഴിലിൽ ഏർപ്പെട്ടതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിഗ്മ തലമുറകൾ കഴിഞ്ഞിട്ടും അവർക്ക് വല്ലാതെ അങ്ങോട്ട് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ യൂണിഫോമായിട്ട് വേറൊരു തൊഴിൽ ഉപവിഭാഗമായിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന ഒസ്സാമാർക്ക് കുറച്ചും കൂടി യൂണിഫോമിറ്റി ഉണ്ട്. കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് മുതൽ തെക്കൻ ഭാഗത്ത് വരെ ഈ ബാർബർ സർക്കംസിഷൻ കമ്മ്യൂണിറ്റിയിൽ അവർക്കൊരു ഒസ്സാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്കും ഇത്തരത്തിലുള്ള സാമൂഹ്യ വിവേചനങ്ങൾ അനുഭവിക്കേണ്ടി വന്നെങ്കിൽ പോലും അവർ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ടും വിവാഹ ബന്ധങ്ങളും ഒരു കോമൺ ഐഡന്റിറ്റിയുടെ പുറത്ത് ചെറിയ രീതിയിലുള്ള ഒരു അപ്ലിഫ്റ്റ്മെന്റ് അവർക്ക് സാധ്യമായിരുന്നു. പക്ഷേ അതിനേക്കാൾ താഴേക്കിടയിലാണ് നമുക്ക് ഇവരുടെ ഒരു സോഷ്യൽ അപ്ലിഫ്റ്റ്മെന്റ് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. കാരണം ഇവരായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിഗ്മകളും മറ്റും. പക്ഷേ ഇതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവരെ ഒരു ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദീന് അവരെ എപ്പോഴും നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റൂല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള മുസ്ലിം ഫിഷർ ഫോക്ക് കമ്മ്യൂണിറ്റിയുടെ ഹിസ്റ്ററിയും ലീഗസിയും ഒക്കെ വളരെ വൈജാത്യങ്ങൾ ചേർന്നതാണ്. അപ്പോൾ 18-19 നൂറ്റാണ്ടിൽ മതം മാറി വന്നവർ എന്ന് അവരെ പൂർണ്ണമായിട്ട് എല്ലാവരെയും പറയാൻ പറ്റൂല. അതിന് മുന്നേ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് അടക്കം മുന്നേ ഇസ്ലാം സ്വീകരിച്ച് കടന്നു വന്ന് മത്സ്യത്തൊഴിലിൽ ഏർപ്പെട്ടവരുണ്ട്. അപ്പം അങ്ങനെയുള്ള വൈവിധ്യങ്ങൾ ഒരുപാടുള്ള സമൂഹമാണ് ഇവർ. പക്ഷെ ഇവർക്ക് ദീനിനായിട്ടുള്ള ഒരു ബന്ധം, ഒരു ഫെയ്ത്തിനായിട്ടുള്ള ഒരു അസോസിയേഷൻ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, കടൽ എന്ന് പറയുന്നത് തന്നെ അനിശ്ചിതത്വങ്ങളുടെയും അപകടങ്ങളുടെയും അതിസാഹസികതയും ധീരതയും ആവശ്യമായിട്ടുള്ള ഒരു മേഖലയാണ്. കാരണം ഓരോ ദിവസവും അവരുടെ വഞ്ചിയും വള്ളവുമായിട്ട് കടലിലേക്ക് ഇറങ്ങുമ്പോൾ പടച്ചവനല്ലാത്ത വേറൊരു മനുഷ്യൻ അവർക്കില്ല. അപ്പം ഞാൻ ഇവരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ആദ്യം അഭിമാനത്തോടെ പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ഹലാലായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നതിലുള്ള ഒരു അഭിമാനമാണ് അവരെന്നോട് പങ്കുവച്ചിട്ടുള്ളത്. കാരണം കടല് ഷാഫി മതം പ്രകാരം കടലിലുള്ള ഏറെക്കുറെ എല്ലാ സാധനങ്ങളും നമുക്ക് ഹലാലാണ്. പിന്നെ അപ്പം അങ്ങനെ ഒരു തൊഴിലിൽ ഏർപ്പെടുന്ന വേറൊരു ഹറാമും വരാൻ സാധ്യതയില്ലാത്തൊരു തൊഴിലിൽ ഏർപ്പെടുന്നു. കടലിൽ അവർ പണ്ടൊക്കെ ഈ കമ്പവലൊക്കെ ആയിട്ട് വഞ്ചിയിൽ അവർ പോകുമ്പോൾ പടച്ചവനല്ലാത്ത ഒരു മനുഷ്യനോ ഒരു സഹായമോ നമുക്കറിയാലോ. നമ്മൾ അപകടങ്ങളിൽ പെടുമ്പോൾ അനിശ്ചിതത്വങ്ങൾ പെടുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് കൂടെ അടുക്കുക. അപ്പോൾ ഇത് മുസ്ലിം മത്സ്യവിഭാഗങ്ങളുടെ മാത്രം കാര്യമല്ല. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെയുള്ള നമുക്ക് നോക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു ക്രിസ്ത്യൻ മത്സ്യബന്ധന സമൂഹമാണ് നിലവിലുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പശ്ചാത്തലം സമാനമാണ്. അവർ 18-19 നൂറ്റാണ്ടിൽ ഒരു മിഷനറി പ്രവർത്തനത്തിൽ ആകൃഷ്ടരായിക്കൊണ്ടാണ് ഇപ്പോൾ ലാറ്റിൻ കാത്തലിക്കർ എന്നറിയപ്പെടുന്ന സമൂഹം കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം അവരൊരു ഭയങ്കരമായിട്ട് വിശ്വാസമുള്ളവരാണ്, പലതരത്തിലുള്ള ചിഹ്നങ്ങൾ സ്വീകരിക്കുന്നവരാണ്, ഭയങ്കര ഭക്തിയുള്ളവരാണ്. അപ്പോൾ സമാനമായിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇസ്ലാമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള മത്സ്യബന്ധന വിഭാഗങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞ ഈ ഒരു കാരണങ്ങൾ, അനിശ്ചിതത്വങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവരാണ്. അവർക്ക് പടച്ചോനല്ലാതെ വേറൊരാളില്ല. കാരണം നമ്മൾ സുഖലോലുപതയിലും മറ്റൊക്കെ അകമഴിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ദീൻ മറക്കുക. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇങ്ങനെ ദീനിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്.
അപ്പോൾ ഇവരുടെ തന്നെ ഇപ്പോൾ ഞാൻ പെരുമാതുറയിലാണ് ഫീൽഡ് വർക്ക് ചെയ്തത്. അതിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അതൊരു 98-99% മുസ്ലിങ്ങൾ മാത്രം അധിവസിക്കുന്ന ഒരു എൻക്ലേവ് പോലെയുള്ള ഒരു പ്രദേശമാണ്. ഇപ്പുറത്ത് കായലും അപ്പുറത്ത് കടലും ചുറ്റപ്പെട്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു തീരദേശ ഗ്രാമമാണ്. അപ്പോൾ അതിന് ചേരമാൻ പെരുമാളിലേക്ക് വരെ ലിങ്ക് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു ചരിത്രമുണ്ട്. നിങ്ങൾ പെരുമാതുറ എന്നുള്ള പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ മത്സ്യബന്ധന സമൂഹം അവരുടെ വഞ്ചികളുടെ പേരുകളടക്കം ഫുൾ ഒരു ഇസ്ലാമിക പൈതൃകം നമുക്ക് കാണാൻ പറ്റും. അവരുടെ പഴയ വുഡൻ ബോട്ടുകളിലാണെങ്കിൽ പോലും 786 ചന്ദ്രക്കലയും ഒക്കെ കൊത്തിവെക്കപ്പെടുകയും അവിടുത്തെ ഓരോ മഹാന്മാരുടെ പേരുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഫക്കീറാൻ വലിയുള്ള അവിടുത്തെ ഒരു വലിയ സൂഫി വര്യനായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര്. അപ്പുറത്തുള്ള കടുവാപ്പള്ളി തങ്ങളുടെ പേര്. അങ്ങനെ പല പേരുകൾ, ഇവരുടെ ബോട്ടുകളുടെ പേര് അതൊക്കെ തന്നെ. അല്ലെങ്കിൽ എടപ്പള്ളി, അങ്ങനെ പള്ളികളുടെ പേരുകൾ. പിന്നെ അവർ ഇതുപോലത്തെ ഓരോ ദർഗകളിൽ നിന്നും മറ്റും കിട്ടുന്ന കില്ലകളൊക്കെയാണ് അവർ പതാകയായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഒരു പാരമ്പര്യ ഇസ്ലാമിൻ്റെ എല്ലാ ചേരുവകളും ഈ മത്സ്യബന്ധന സമൂഹങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മലബാറിൽ വരികയാണെങ്കിൽ തന്നെ ഇവിടെ പൊന്നാനിയിലും പരപ്പനങ്ങാടിയിലൊക്കെ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളിൽ നമുക്ക് സമാനമായിട്ടുള്ള സംഗതികൾ കാണാൻ പറ്റും. മമ്പുറം തങ്ങളുപ്പാപ്പാൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന പച്ചക്കില്ലയൊക്കെ അവർ പതാകമായിട്ട് ഉപയോഗിക്കും. അത്തരം ബറക്കത്തിൽ ഏർപ്പെടുന്നവരും നേർച്ചകൾ ചെയ്യുന്നവരും റാത്തീബ് കഴിക്കുന്നവരും. പിന്നെ ഇപ്പോൾ ഞാൻ അവരുടെ കൂടെ കമ്പവലയിൽ വലിക്കാനൊക്കെ അവരുടെ കൂടെ കൂടിയിരുന്നു രസകരമായിട്ട്. അപ്പോൾ അവർ ചെല്ലുന്ന ദിക്റുകളാണ്, അവർ ആവേശത്തിന് ചൊല്ലുന്ന ദിക്റുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അവരിങ്ങനെ വല വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ഊർജം കിട്ടാൻ വേണ്ടി അവർ വിശ്വാസത്തിൻ്റെ എന്താ പറയുക ഇതുപോലത്തെ ദിക്റുകൾ കാര്യങ്ങളൊക്കെയാണ് ചെല്ലുന്നത്. അപ്പോൾ ഇതിന് പോകുന്നതിന് മുന്നേ തന്നെ ഇത്തരം നേർച്ചകൾ അവർ ചെയ്യും. ഇത്ര മീൻ കിട്ടിയാൽ അതിൽ നിന്ന് ഇത്ര പൈസ പള്ളിക്ക് നേർച്ചയാക്കും. അങ്ങനെയുള്ള ഒരു വല്ലാത്ത തെക്കുവയുടെയും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ദർശിക്കാൻ പറ്റും. ഇപ്പോൾ മലബാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് താനൂർ ഭാഗത്തൊക്കെ നടക്കുന്ന നാട്ടുമൗലിദിൻ്റെ ഒരു പശ്ചാത്തലം അറിയായിരിക്കും. അതിനൊക്കെ കൂടുതൽ ഉത്സാഹിക്കുകയും സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത്തരം മത്സ്യബന്ധന സമൂഹങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കുമ്പോൾ പോലും ഇങ്ങനെ തീരദേശ മേഖലയിൽ കോളറ പരക്കുകയും മമ്പുറം തങ്ങളായിട്ടുള്ള ഒരു ചരിത്ര ബന്ധമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതല്ലാതെ വേറൊരു ക്ലെയിം ഞാൻ കേട്ടിട്ടുള്ളത് ഇവരുടെയൊക്കെ ഓലപ്പുരയ്ക്ക് പെട്ടെന്ന് തീ കത്തുന്നതിന് ശമനം എന്നുള്ള രീതി തുടങ്ങിയ ഒരു മൗലിദാണ് നാട്ടുമൗലിദ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ അതിനിപ്പോൾ പെരുമാതുറയിലടക്കമുള്ള മുഹിദ്ദീൻ നേർച്ചകളടക്കം നമുക്ക് സമാനമായിട്ടുള്ള കുറേ ബന്ധങ്ങൾ കാണാൻ പറ്റും. ഇപ്പം ഞാൻ പെരുമാതുറയിലെ വലിയെ പറ്റി പറഞ്ഞു. ഫക്കീറാൻ വലിയുള്ള എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും വളരെ ആദരപൂർവ്വം സ്മരിക്കുകയും വിളിക്കുകയും ചെയ്യുന്നൊരു ഫക്കീറാണ്. അദ്ദേഹം 19ാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയൊരു മഹാനായിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കാം സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ വലിയ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളി തീരദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജുമുഅത്ത് പള്ളിയാണ്. അപ്പോൾ ഇവർ മത്സ്യത്തൊഴിലാളികൾ ഇനി മത്സ്യം പിടിക്കാൻ വേണ്ടി വടക്കോട്ട് പോവുകയാണെങ്കിലും തെക്കോട്ട് പോവുകയാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മിനാരത്തിന് ചുറ്റും അത് കാണത്തക്ക വിധത്തിൽ ഒരു വട്ടം ചുറ്റിയിട്ട് അവർ പോവുകയുള്ളൂ. അപ്പം അങ്ങനത്തെ തരത്തിലുള്ള ഒരു വിശ്വാസ ബന്ധം ഇവർക്ക് ദീനും അതിൻ്റെ ഒരു പാരമ്പര്യ അനുഷ്ഠാനങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. വേറെയും കുറേ ഉദാഹരണം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുറേ കണ്ടിട്ടുണ്ടാവും ഈ താനൂരിൽ നിന്നും തലശ്ശേരിയിൽ നിന്നൊക്കെ വഞ്ചിയിൽ പോയിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ അവിടെ ചെല്ലുന്ന മാപ്പിള ഇശലോളുകളിൽ കൂടിയിട്ടുള്ള ദീനി കാവ്യങ്ങളും ഈ മെഷീൻ വള്ളങ്ങളിലടക്കം നിസ്കാരം നിർവഹിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഇസ്ലാമികപരമായിട്ടുള്ള ഒരു ഫെയ്ത്ത് അവരുടെ എന്താ പറയുക ഡെയിലി ഈ ഒക്കുപ്പേഷണൽ ബന്ധത്തായിട്ട് ബന്ധപ്പെട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ അവിടെയുള്ള നേർച്ചപ്പെട്ടികൾക്ക് പോലും കാണിക്ക വഞ്ചി എന്നാണ് പേര്. പെരുമാതുറയിലൊക്കെ തിരുവനന്തപുരത്ത് പല മേഖലകളിലൊക്കെ കാണാൻ പറ്റും. നമ്മളവിടെയൊക്കെ നേർച്ചപ്പെട്ടി എന്നാണ് കാണുന്നത്. അപ്പം അങ്ങനെ അതിൽ തന്നെ ഒരു വഞ്ചി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അവരുടെ അനുഷ്ഠാനങ്ങൾ അവരുടെ ഡെയിലി കോഴ്സായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഫെയ്ത്തിന് വലിയൊരു റോളുണ്ട്, ഇസ്ലാമിന് വലിയൊരു റോളുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ നോമ്പ് നോറ്റിട്ട് മീൻ പിടിക്കാൻ പോകുന്ന കാര്യം, കർക്കിടകത്തിലെ പ്രയാസങ്ങളെ പറ്റി കാര്യം പറയുമ്പോഴൊക്കെ അവർ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ദീനിൻ്റെ നിർബന്ധിത കാര്യങ്ങളിൽ വല്ലാതെ സാക്രിഫൈസ് അവർ നടത്താതിരിക്കാനുള്ള ഒരു ശ്രമം അവർ ചെയ്യാറുണ്ട് എന്നുള്ള ഒരു കാര്യം പലരും എന്നോട് പങ്കുവെച്ചിട്ടുണ്ട്, മുതിർന്ന തലമുറയിലുള്ള ആളുകൾ. പിന്നെ ഇതിനൊക്കെ അപവാദങ്ങൾ ഉണ്ടാവും, നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും എങ്കിൽ പോലും ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫെയ്ത്ത് അതിൻ്റെ അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, വിശ്വാസങ്ങൾ, നേർച്ചകൾ ഇതൊക്കെ അവരുടെ ഒരു ഒക്കുപ്പേഷനെ സഹായിക്കാൻ വളരെ ഉതകുന്നൊരു കാര്യമാണ്. ഇനിയിപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ആദ്യം കുറച്ച് സൂചന തന്നിട്ടുള്ള ഈ ഒരു വിവേചനങ്ങളുടെ കാര്യങ്ങളും മറ്റൊക്കെ പറയാതിരിക്കാൻ വയ്യ. അപ്പം മലബാറിൽ തന്നെ ഈ പൂസല എന്ന് പറഞ്ഞ വാക്കുണ്ടായത് തന്നെ രണ്ട് തരത്തിലുള്ള വാദമുണ്ട്.
ഒന്ന് പുതു ഇസ്ലാം എന്ന് പറഞ്ഞ വാക്കുന്നാണ് ഇത് ഉണ്ടായത് എന്നും ഒന്നും പൂഴിയിലെ ഇസ്ലാം എന്ന് പറഞ്ഞ വാക്കുന്നാണ് ഈ ഒരു മത്സ്യത്തൊഴിലാളികളെ സൂചിപ്പിക്കാനുള്ള പൂസലാൻ പൂസ്ലാം എന്ന് പറഞ്ഞ വാക്കുകൾ ഉണ്ടായത് എന്നുള്ള രണ്ട് വാദങ്ങളാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ചരിത്രം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുണ്ടാവും ഈ കുഞ്ഞാലി മരക്കാമാരൊക്കെ മലബാറിന്റെ സാമൂതിരിയുടെ ഒരു നാവിക പടയാളികളായിട്ട് മാറിയ സമയത്ത് ഒരു റോയൽ ഓർഡിൽ തന്നെ ഉണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് ഒരു കുട്ടിയെ ഇസ്ലാമിലേക്ക് കൊടുക്കണമെന്നും എന്നിട്ട് ആ കുട്ടി ഈ നാവികപ്പടയിൽ ചേർന്ന് പ്രവർത്തിക്കണം എന്ന തരത്തിലുള്ള ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ബേപ്പൂളിലും മറ്റും ഈ ഒരു കോഴിക്കോടൻ തീരങ്ങളിൽ കുറെ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെയാണ് ഒരു പുതു ഇസ്ലാം എന്ന് പറഞ്ഞ വാക്ക് ഇവിടെ വ്യാപകമായത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുതു ഇസ്ലാം ലോപിച്ചാണ് പൂസലാൻ ആയത് എന്നുള്ളത് സംഗതിയുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഡൈനാമിക്സ് പറയുമ്പോൾ ഇവരായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സ്റ്റീരിയോ ടൈപ്പുകൾ, കുറേ എന്താ പറയുക അതിവായനകൾ, വാദങ്ങളൊക്കെ മുഖ്യധാര മുസ്ലിങ്ങളുടെ ഇടയിൽ വ്യാപകമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെത്ര അവരെ മത്സ്യത്തൊഴിലാളികളെ വലിയ മാലാകമാരായിട്ടും രക്ഷകരായിട്ടൊക്കെ അവരോധിക്കുമ്പോഴും ഒരു വിവാഹാലോചന വരുമ്പോൾ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു സോഷ്യൽ ഇൻട്രാക്ഷൻ വരുമ്പോൾ പലതരത്തിലുള്ള വിവേചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സെയ്ദൽ വിസേറിൻ്റെ ഒരു പഠനത്തിൽ പറയുന്നുണ്ട്, പരപ്പനങ്ങാടിയിലെ ഒരു ഇതേപോലത്തെ ഒരു പൂസലാൻ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ആള് മർക്കസിൽ പോയിട്ട് സക്കാഫിയൊക്കെ ആയിട്ട് വന്ന് അദ്ദേഹം പുറമേന്ന് ചില ആലോചനകൾ വന്നിട്ട് പോലും അദ്ദേഹത്തിന് ആലോചന നടക്കുന്നില്ല, വിവാഹാലോചന നടക്കുന്നില്ല. അപ്പോൾ നാട്ടുകാർ ചിലർ പറഞ്ഞാൽ അയാൾ ബീച്ച് സക്കാഫിയാണെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള അദ്ദേഹം മതപഠനം സിദ്ധിച്ച് നല്ല രീതിയിൽ ഇസ്ലാം പഠിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുൻ തലമുറകൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഹലാലായിട്ടുള്ള തൊഴിൽ കർമ്മം പോലും ഒരു അയോഗ്യതയായിട്ട് പലപ്പോഴും ചിലർ കാണുന്നുണ്ട്. ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. എന്നാൽ അതിന് അപവാദങ്ങളുണ്ട്. ഇപ്പം ഞാൻ പെരുമാതുറയിൽ വർക്ക് ചെയ്തപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഇവിടെ മലപ്പുറത്ത് വന്ന് പഠിച്ച ഒരു ഹസിനെയാണ്. അപ്പോൾ അദ്ദേഹം ഒരു മത്സ്യബന്ധന സമൂഹത്തിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വാശിയായിരുന്നു പുറമേ നിന്ന് കല്യാണം കഴിക്കണം എന്ന്. കാരണം ഇവരുടെ മുൻ തലമുറയൊക്കെ ഒന്നെങ്കിൽ സ്വന്തം തുറയിൽ നിന്ന് ഈ തുറക്കാരെന്ന് പറയുന്നുള്ള മത്സ്യബന്ധന തൊഴിലാളികളിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മറ്റു തുറകളിൽ നിന്നും. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഡൈനാമിക്സ് ആണെങ്കിൽ വർക്കലയിൽ നിന്നോ അല്ലെങ്കിൽ ഭീമാപള്ളിയിൽ നിന്നോ വിഴിഞ്ഞത്ത് നിന്നോ പൂന്തുറയിൽ നിന്നോ അങ്ങനെയൊക്കെ വിവാഹം തുറ വിവാഹമോ അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ നിന്നുള്ള വിവാഹം നടക്കുകയുള്ളൂ. ഇതേ സ്ഥലത്ത് ഇപ്പോൾ പൊന്നാനിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കടപ്പുറത്തുകാർ അങ്ങാടിക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ വിസിബിൾ ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സോഷ്യൽ ഡിഫറൻസ് കാണാൻ പറ്റും. കാരണം ചരിത്രപരമായിട്ടുള്ള ഒരു തുറമുഖ നഗരമാണ് പൊന്നാനി. അപ്പം മത്സ്യത്തൊഴിലിൽ ഏർപ്പെട്ടിട്ടുള്ളവരെ കടപ്പുറത്തുകാരെന്നും അതേപോലെ തന്നെ തലമുറകളായിട്ട് കച്ചവടവും കുറച്ച് ആഢ്യത്വവും തറവാടിത്വം സോക്കോൾഡ് ക്ലെയിം ചെയ്യുന്നവർ അങ്ങാടിക്കാരെന്നും വിശേഷിപ്പിക്കുകയും ഇവർ പരസ്പരം കല്യാണബന്ധവും മറ്റൊന്നും ഉണ്ടാവുകയുമില്ല. ഉൾനാട്ടിൽ നിന്ന് വലിയ മാപ്പിള ആലോചനകൾ വരുമ്പോഴും ചിലപ്പോൾ ഈ അങ്ങാടിക്കാർ തന്നെ ഈ കടപ്പുറത്തുകാരിങ്ങനെയാണ്, അവർ അങ്ങനെയാണ്, ഇങ്ങനെ കുറേ സ്റ്റീരിയോ ടൈപ്പുകളുണ്ട്. അവർ തെറി പറയുന്നവരാണ്, ഒച്ചത്തിൽ പെട്ടെന്ന് എന്താ പറയുക മൂക്കത്ത് ശുണ്ടിയുള്ളവരാണ്, അധികം പ്രസംഗിക്കുന്നവരാണ്, സ്ത്രീകൾക്ക് അടക്കമില്ലാത്തവരാണ്. ഇത്തരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്പുകൾ, വാർപ്പ് മാതൃകകൾ നമുക്കിടയിൽ തന്നെ വ്യാപകമാണ്. അത് പലപ്പോഴും നമ്മൾ അവരായിട്ട് നേർക്ക് ഇടപഴകുമ്പോൾ അതിൽ പലതും പൊള്ളകളായിരുന്നു, പലതും കെട്ടിച്ചമച്ചതായിരുന്നു നമുക്ക് ബോധ്യമാവും. കാരണം സ്റ്റീരിയോ ടൈപ്പുകൾ ഇങ്ങനെയാണല്ലോ പരക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങളെ കുറിച്ച് പല സ്റ്റീരിയോ ടൈപ്പുകളും പല കമ്മ്യൂണിറ്റികൾക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തിലുള്ള ചില സ്റ്റീരിയോ ടൈപ്പുകൾ ഇത്തരം സമൂഹങ്ങളെ കുറിച്ചുണ്ട്. അപ്പോൾ അബ്ദുള്ള ഷാക്കിർ നടത്തിയൊരു പഠനത്തിൽ കാണാൻ പറ്റും, പൊന്നാനിയിൽ ഒരു കാലത്ത് പരപ്പനങ്ങാടി ഒരു കാലത്ത് വലിയ പള്ളിയിൽ ആദ്യത്തെ 4-5 സൊഫുകളിൽ ഇവർക്ക് പ്രവേശനം പോലും ഇല്ലായിരുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ഇവരുടെ മുൻ തലമുറക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ പരപ്പനങ്ങാടിയും ചാലിയത്തൊക്കെ മത്സ്യബന്ധന തൊഴിലാളികൾ വേറെ പള്ളി തന്നെ ഉണ്ടാക്കേണ്ട ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ തലമുറക്ക് അതൊക്കെ ഒരു അതിശയമായിട്ട് തോന്നിയേക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിന്നിരുന്നു, നമുക്കതൊന്നും നിഷേധിക്കാൻ പറ്റൂല. കാരണം അപ്പോൾ അതിന് ന്യായീകരണം പറയുന്നത് ജാതി മറ്റൊന്നല്ലെങ്കിൽ ചിലർ പറയും ഇവർ നിസ്കരിക്കാത്തവരാണ്, ഇവർ സ്ത്രീകൾ അടക്കമില്ലാത്തവരാണ്, അവർ ചന്തയിൽ പോയി തർക്കിക്കുന്നവരാണ്. അങ്ങനത്തെ തരത്തിലുള്ള അതിശയോക്തി കലർന്നിട്ടുള്ള ചില വാദങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്പുകൾ, ഈ ഡെറഗേറ്ററി ടേംസ് ഒക്കെ സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം സമൂഹങ്ങൾ ഇനി അവർ ഗൾഫിൽ പോയാലും അവർ സക്കാഫി ആയാലും അല്ലെങ്കിൽ അവർ വലിയ ഡിഗ്രികൾ നേടിയാലും പലപ്പോഴും തറവാടിത്തും മറ്റുമൊക്കെ പറഞ്ഞിട്ട് വിവാഹബന്ധങ്ങളും മറ്റുമൊക്കെ ലഭിക്കുന്നതിൽ ചില തടസ്സങ്ങളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സമൂഹം മാറുന്നതിനനുസരിച്ചുള്ള സോഷ്യൽ മൊബിലിറ്റിയും എക്കണോമിക് മൊബിലിറ്റിയും അവർക്കൊക്കെ കൈവന്നിട്ടുണ്ട് എന്നുള്ളതും ചിലയിടത്ത് നമുക്ക് എക്സെപ്ഷൻസ് ആയിട്ട് കാണാൻ പറ്റും. ഇനി കമ്മ്യൂണിറ്റി ടെൻഷൻസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം വളരെ അതിക്രമിച്ച് കടന്നു. അപ്പോൾ എൻ്റെ സെഷൻ്റെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് കുറച്ച് ടെൻഷൻസ് ആണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഒരു കോസ്റ്റൽ ഫ്രിഞ്ചിൽ വസിക്കുന്ന അല്ലെങ്കിൽ തീരദേശ മേഖലയുടെ അരികുകളിൽ വസിക്കുന്ന കൂട്ടമായിട്ട് നിൽക്കുകയും
പ്രോപ്പറായിട്ടുള്ള രേഖകളോ മറ്റൊന്നും ഇല്ലാതെ ഏത് സമയത്തും കടലാക്രമവും മറ്റൊക്കെ ഭയന്ന് കഴിയുന്ന ഇവരുടെ പല ആകുലതകൾ, വ്യാവലാതികൾ നമുക്ക് കാണാൻ പറ്റും. അതിനൊക്കെ പുറമെ പല കമ്മ്യൂണൽ ടെൻഷൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും. കേരളത്തിൻ്റെ നമ്മുടെയൊക്കെ ഒന്നും മറവിയിലേക്ക് വിട്ടുകൊടുക്കാത്ത പല കമ്മ്യൂണൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വയലൻസ്, ഭീമാപള്ളി, മാറാട്, ഇതൊക്കെ കോസ്റ്റൽ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ കുറേ പഠനങ്ങളുണ്ട്. ഇപ്പോൾ സലാഹുനത്തിലൊക്കെ ഭീമാപള്ളിയിലൊക്കെ വിഷയങ്ങളെക്കുറിച്ച് വലിയ പഠനങ്ങളുണ്ട്. ഇപ്പോൾ പെരുമാതുറയിൽ തന്നെ ഇപ്പുറത്തും അപ്പുറത്തും 2 ക്രിസ്ത്യൻ തുറകളാണ്. അപ്പോൾ തലമുറകളായിട്ട് തന്നെ ഇവർ കോഎക്സിസ്റ്റ് ചെയ്യുമ്പോഴും ചില ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ തെക്കൻ കേരളത്തിൻ്റെ ഒരു ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ പല തുറകളും കുറച്ചും കൂടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി സോൺസ് ആണ്. ഒരു മുസ്ലിം തുറ, ഒരു ഹിന്ദു തുറ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ തുറ, അവിടെ ഇവിടെ ആയിട്ട് ചില മിക്സ്ഡ് പോപ്പുലേഷൻസും കാണാം. അപ്പോൾ മാറാട് എന്താണെന്ന് വെച്ചാൽ കോഎക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹിന്ദു അരയന്മാരും മുസ്ലിം മത്സ്യബന്ധന സമൂഹവും ഒരുമിച്ച് കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ മാറാട് ഇങ്ങനൊരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായപ്പോൾ അവിടെ സമാധാന ശ്രമത്തിന് ഈ തുറയിൽ നിന്നൊക്കെ പോയവരുണ്ട്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന പെരുമാതുറയിൽ നിന്നൊക്കെ ഗാന്ധിയന്മാരായിട്ടുള്ള ചിലർക്ക് പോയവരുണ്ട്. കാരണം അവർക്ക് ഈ കമ്മ്യൂണിറ്റി, കോസ്റ്റൽ കമ്മ്യൂണിറ്റിയുടെ ഒരു ഡൈനാമിക്സ് അറിയാൻ പറ്റും. അവിടെ സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയെക്കുറിച്ച് അറിയാൻ പറ്റും. അത് എങ്ങനെ പീസ്ഫുൾ ആയിട്ട് ഡീൽ ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് എവിടെയെന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ വേങ്ങര എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് വേങ്ങര തിരൂര് കഴിഞ്ഞിട്ടാണോ പരപ്പനങ്ങാടി കഴിഞ്ഞിട്ടാണോ. കാരണം അവരുടെ ഒരു ജോഗ്രഫിക്കൽ വ്യൂ പോയിന്റ് തന്നെ വളരെ കോസ്റ്റൽ ലൈനിൽ ചേർന്നിട്ടാണ്. അപ്പോൾ അവർ ഭയങ്കര തുറകളായിട്ട് ബന്ധമുള്ളവരാണ്. അവർ തമ്മിൽ വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അപ്പോൾ ഭീമാപള്ളിയിൽ സംഘർഷം ഉണ്ടായപ്പോഴും അവിടെ സമാധാനത്തിന് പെരുമാതുറയിൽ നിന്ന് പോയ ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ വളരെ പീസ്ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സമൂഹമായിരുന്നു മാറാട് അടക്കം ഉണ്ടായിരുന്നത്. ചില രാഷ്ട്രീയ ആളുകളുടെ ഇടപെടലുകളും മറ്റുമൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇനി അവിടെ ഇവർ പീസായിട്ട് ഇവർ എന്താ പറയുക, സമാധാന ശ്രമങ്ങൾ കൊണ്ടുവന്നപ്പോഴും 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവർ സഹോദരങ്ങൾ എന്നുള്ള രീതിയിൽ കോഎക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. പിന്നെ സ്റ്റേറ്റിൻ്റെയും പൊളിറ്റിക്കൽ പാർട്ടികളുടെയും ഇടപെടലുകളാണ് ഈ തീരദേശത്തെ പ്രശ്നങ്ങൾ കലുഷിതമാക്കുന്നത്. ഇപ്പോൾ ഭീമാപള്ളിയിൽ അടക്കം നടന്ന അതാണ്. വെടിവെപ്പൊക്കെ നടത്തുന്നത് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റേറ്റിൻ്റെ അതിക്രമമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കോസ്റ്റൽ ഡൊമൈൻ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മുസ്ലിം മത്സ്യബന്ധന തൊഴിലാളികൾ ഈ മെക്കനൈസേഷൻ, മോഡേണൈസേഷൻ്റെ കാര്യത്തിലൊക്കെ വളരെ പിന്നിലാണ്. അപ്പോൾ ക്രിസ്ത്യാനികളൊക്കെ സംബന്ധിച്ചിടത്തോളം ചർച്ചിൻ്റെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവും. അവർ സഹകരണ സംഘങ്ങൾ തുടങ്ങുകയും പള്ളിയിലച്ചന്മാർ തന്നെ മുന്നോട്ട് ഇറങ്ങി ഇവരുടെ വിദ്യാഭ്യാസ ശ്രമങ്ങളിലും മറ്റുമൊക്കെ ഏർപ്പെട്ടിട്ട് അവർക്ക് വിദേശത്തൊക്കെ തൊഴിലിനും പുതിയ മത്സ്യബന്ധന രീതികൾ, മെഷീൻ ബോട്ടുകൾ, മെക്കനൈസ്ഡ് രീതികൾ, വലകൾ, അതിൻ്റെയൊക്കെ പല മാർഗങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ മുസ്ലിം മത്സ്യബന്ധന സമൂഹങ്ങൾ പലപ്പോഴും ഇതൊക്കെ വളരെ വൈകിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവർ പഠിക്കാൻ വേണ്ടി ഇതുപോലെ ക്രിസ്ത്യൻ തുറകളിലും മറ്റുമൊക്കെ പോയിട്ട് പഠിച്ചിട്ട് വേണം ഇവരുടെ തുറയിലെത്താൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഇംബാലൻസ് ചിലപ്പോൾ ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യും. കാരണം കടൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിർത്തികളും മറ്റുമൊക്കെ ഉള്ളൊരു പ്രദേശമല്ല. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ കടലിലുണ്ടാവുന്ന ചില വാക്ക് തർക്കങ്ങൾ കരയിൽ ചിലപ്പോൾ ചെറിയ സംഘർഷങ്ങളായിട്ട് മാറും. എങ്കിൽ പോലും ഇവരുടെ ഇടയിൽ തന്നെ ഒരു പീസ് ബിൽഡിംഗ് മെക്കാനിസം ഉണ്ട്. ചെറിയ തർക്കങ്ങൾ ചിലപ്പോൾ വല പിടിക്കുമ്പോഴും മറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അത് കമ്മ്യൂണിറ്റി പൊളിറ്റിക്കൽ വയലൻസ് ആയിട്ട് എസ്കലേറ്റ് ചെയ്യാൻ ശ്രമിക്കാൻ തന്നെ ഒരു ജാഗ്രത അവർ തലമുറകളായിട്ട് ആർജിച്ച ഒരു പാഠവും അവർ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾ മതവിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇവരെ കൂടുതൽ കേൾക്കാനും, ഞാൻ പറഞ്ഞില്ല ഇവരൊരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വേറൊരു വിഭാഗമൊന്നുമല്ല. മതപരമായിട്ട് നോക്കുമ്പോൾ നമ്മളുടെ അതേ അനുഷ്ഠാനങ്ങളുള്ള, സാമൂഹ്യപരമായിട്ട് നമ്മളെന്നോ നിങ്ങളെന്നോ വേർതിരിക്കാൻ പെടാത്ത രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആലോചനകൾ വരേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ പെരുമാതുറയിൽ പറഞ്ഞിട്ടുള്ള സംഗതികൾ ഇതാണ്. ഈ ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ നിന്നൊക്കെയുള്ളൊരു സപ്പോർട്ട് പോലെ മുസ്ലിം മഹല്ലുകൾ കേന്ദ്രീകരിച്ച്, കാരണം ഇവർ പള്ളിക്കൊക്കെ കൂടുതൽ നല്ലപോലെ ഹദിയ ചെയ്യുകയും സക്കാത്ത് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് കിട്ടുന്ന ചെറിയ തുകയിൽ നിന്ന് കൂടുതൽ ആളുകൾക്ക് ദാനം ചെയ്യാനൊന്നും ഒരു മടിയില്ലാത്തവരാണ്. എന്നാൽ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് ഭയങ്കര പിന്നോക്കാവസ്ഥയാണ്. ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് വളരെ കൂടുതലാണ്. മണി മാനേജ്മെൻറ്റ് വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ അത്തരത്തിലുള്ള ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനൊരു കമ്മ്യൂണിറ്റി ശ്രമങ്ങൾ ഉണ്ടാവണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. ഈ കമ്മ്യൂണൽ ടെൻഷൻസ് മറ്റൊക്കെ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം അവരിൽ തന്നെ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ബോധമുണ്ട്. പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ ഇപ്പം പറയുന്നൊരു കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ ഏറ്റവും എന്താ പറയുക, സ്വയം പര്യാപ്തത നേടിയിട്ടുള്ളൊരു മേഖല എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പച്ചക്കറി വരണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരണം, അരി വരണമെങ്കിൽ ആന്ധ്രയിൽ നിന്ന് വരണം. പക്ഷെ നമ്മുടെ ഡയറ്റിൽ നിന്ന് പ്രോപ്പറായിട്ട് പ്രോട്ടീൻ നൽകുന്ന, നമ്മൾ സ്വയം പര്യാപ്തത അല്ലെങ്കിൽ സ്വാശ്രയമായിട്ടുള്ളൊരു മേഖല എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനമാണ്. പക്ഷേ അതിന് ചുക്കാൻ പിടിക്കുന്ന ഇവരെ നമ്മൾ പൂർണ്ണമായിട്ട്
അവരുടെ ശ്രമങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദ്യം ചെയ്യണം. കാരണം കർഷകരുടെ ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ കർഷകർ നമ്മുടെ തീൻമേശയിലുള്ള ഭക്ഷണം കൊണ്ടുവരുന്നവരാണ്, തീർച്ചയായും നമുക്ക് അവരോട് കടപ്പാടുണ്ട്. പക്ഷെ അവരുടെ വിഷയങ്ങൾ വരുമ്പോൾ ഗവൺമെന്റിന്റെ അടക്കം മേലിൽ വരുന്നൊരു സമ്മർദ്ദം ഉണ്ടല്ലോ, കർഷകർ സമരം ചെയ്യുമ്പോൾ വരുന്നൊരു സമ്മർദ്ദം ഉണ്ടല്ലോ, അത് മത്സ്യബന്ധന സമൂഹങ്ങൾക്ക് ഓഫ് സീസൺ വരുമ്പോഴോ, കടലാക്രമണം വരുമ്പോഴോ, ഓക്കിയും സുനാമിയും വരുമ്പോഴോ, അല്ലെങ്കിൽ അവർ പരാതി വരുമ്പോഴോ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ മുഖ്യധാര സമൂഹത്തിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവാറില്ല. അത് ഒന്നാമത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് തീരെ ഉണ്ടാവില്ല. ഫിഷറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി അവർ വളരെ വില കുറച്ച് കാണുന്നതാണ്. കാരണം നമ്മുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള പശ്ചാത്തലത്തിൽ ഇപ്പം ഞാൻ ഈ കൺവേർഷൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ വിട്ടുപോയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു വരേണ്യ ബ്രാഹ്മണ്യ ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം മത്സ്യബന്ധനം എന്ന് പറയുന്ന ഒരു ഹിംസയാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവരിലേക്ക് എന്താ പറയുക അസിമിലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സമൂഹങ്ങൾ അത്തരം അപകർഷതകളെ വകഞ്ഞു മാറ്റി അവർക്ക് സാന്ത്വനം നൽകുന്ന ഇസ്ലാമിലേക്കും ക്രിസ്ത്യൻ മതത്തിലേക്കും ചേക്കേറി വരുന്നത്. അപ്പോൾ ആ ഒരു പരിച്ഛേദം അല്ലെങ്കിൽ ആ ഒരു മുൻധാരണയാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് അടക്കം ഇവരോട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷെ നേരെ തിരിച്ച് കേരളത്തിലടക്കപ്പോൾ ഇതിന് മുന്നേ ഉത്തരേന്ത്യയിലെ മാൽ ന്യൂട്രീഷനെ പറ്റിയൊക്കെ പറഞ്ഞു. നമ്മൾ ഏത് സമൂഹത്തിലാണ് നമ്മളുടെ ഒരു തലമുറ അധികം മാൽ ന്യൂട്രീഷൻ ഒന്നും ഇല്ലാതെ കടന്നു പോകാനുള്ളത് കാരണം നമ്മുടെ ഡെയിലി ഡയറ്റിന്റെ ഭാഗമായിട്ട് മത്സ്യം ഉണ്ടായതുകൊണ്ടാണ്. നമുക്ക് omega-3+ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കിട്ടണമെങ്കിൽ നമുക്ക് കുറേ പൾസസ് വാരി കേട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ഡെയിലി ഡയറ്റിന്റെ ഭാഗമായിട്ട് ഈ മീൻ കഴിക്കുന്നതുകൊണ്ടാണ്. ആ മീൻ നമുക്ക് എത്തിച്ചേരുന്നത് ഇവരാണ്. അപ്പോൾ ഇവരുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സാമൂഹ്യ എന്താ പറയുക മായിട്ടുള്ള ഉച്ചനീചത്വങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടണം, പരിഹാരങ്ങൾ കണ്ടെത്തപ്പെടണം. അവരുടെ ഇസ്ലാമുമായിട്ടുള്ള സാംസ്കാരിക ബന്ധങ്ങളും നമ്മൾ അക്നോളജ് ചെയ്യണം. അല്ലാതെ അവരെ മാറ്റി നിർത്തുകയെ അവർ ദീൻ കുറഞ്ഞവരാണെന്നോ അവർ നിസ്കാരമില്ലാത്തവരാണെന്നോ പറഞ്ഞാൽ അവരെ മാറ്റി നിർത്തുകയൊന്നും ചെയ്യരുത്. അവർക്ക് അവരുടേതായിട്ടുള്ള എന്താ പറയുക വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു അലൈൻമെൻറ്റ് പടച്ചോനായിട്ടുണ്ട്. അത് നമ്മൾ അംഗീകരിക്കേണ്ട വേണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. സമയം കുറച്ച് അതിക്രമിച്ചെന്ന് തോന്നുന്നു. ഈ സദസ്സിൽ നിന്ന് എന്തെങ്കിലും ചോദ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മറുപടി പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സ്സലാം. നിങ്ങളുടെ അവതരണത്തിൽ സൂചിപ്പിച്ച 2 വിഷയങ്ങളെ ബന്ധിപ്പിച്ചാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നതോടൊപ്പം തന്നെ ഈ സമൂഹങ്ങൾക്കെതിരെ വ്യക്തമായ ഒരു സോഷ്യൽ സ്റ്റിഗ്മ നിലനിൽക്കുന്നു. ഒരുപാട് സ്റ്റീരിയോടൈപ്പുകൾ മുഖ്യധാര സൊസൈറ്റിക്ക് ഇടയിലുണ്ട്. രണ്ടാമതായിട്ട് ഇവരുടെ ഇടയിലുള്ള കമ്മ്യൂണൽ ടെൻഷൻസ്, അതുപോലെ ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കിടെ ഉണ്ടാവാറുള്ള കലാപങ്ങൾ, ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും ഈ ഒരു സോഷ്യൽ സ്റ്റിഗ്മയെ ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളത്, ഈ ഒരു സോഷ്യൽ സ്റ്റിഗ്മയെ റീഇൻഫോഴ്സ് ചെയ്യുന്നത് ഇത്തരം സംഭവങ്ങൾ കൂടിയാണ്. അഥവാ അവര് അക്രമാസക്തരാണ്, അക്രമവാസന കൂടിയവരാണ്. ഈ സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് പലപ്പോഴും ആ ഒരു സ്റ്റിഗ്മയെ റീഇൻഫോഴ്സ് ചെയ്യാറുണ്ട്. ഇതിനെ ഞാൻ കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഏതൊരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയും നേരിടുന്ന ഒരു പ്രശ്നമാണിത്. അതിപ്പോൾ അമേരിക്കയിലെ കറുത്ത വംശജരാവട്ടെ, ഇന്ത്യയിലെ ആദിവാസി സമൂഹങ്ങളാകട്ടെ, ഇവർക്കൊക്കെ എതിരെ ഇങ്ങനെ ഒരു എന്താ പറയാ അവരുടെ ഇടയിലുള്ള ക്രൈം റേറ്റ്സ് കൂടുതലാണ്. ഇത്തരം കണക്കുകൾ കാണിച്ചുകൊണ്ട് അവര് ആ ഒരു സാമൂഹികപരമായിട്ട് തന്നെ അവരെ പിന്നോട്ട് നിർത്താനുള്ള ഒരു കാരണമായിട്ട് അത് മാറാറുണ്ട്. അതുപോലെ തന്നെയാണോ ഇതിനെയും നിങ്ങൾ കാണുന്നത്, അല്ലെ അതിന് അപ്പുറത്തൊരു മാനം ഇതിനുണ്ടോ എന്നാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തുള്ളൊരു മാനം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ മുസ്ലിങ്ങളുടെ വിഷയം തന്നെ എടുക്കാം. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള സ്റ്റീരിയോടൈപ്പുകളെ ന്യായീകരിക്കുന്നത് ഇതൊക്കെ വെച്ചിട്ടാണ്. ക്രൈം റേറ്റ്സ് പറഞ്ഞിട്ട് ജയിലിൽ ഏറ്റവും കൂടുതലുള്ള മുസ്ലിങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പൊള്ള. അതൊരു സ്റ്റേറ്റ് ഫെയിലിയർ ആണ്. കാരണം ജയിലിൽ എങ്ങനെയാണ് ഇത്ര മുസ്ലിങ്ങൾ വരുന്നത്? മനസ്സിലായില്ലേ? അത് മുസ്ലിങ്ങൾ ക്രൈം ചെയ്തിട്ടാണോ? മുസ്ലിങ്ങളെ മാത്രം പിടിക്കുന്നതുകൊണ്ടല്ലേ? അപ്പം അതേപോലെ തന്നെ ഞാൻ പറയുന്നത് അതങ്ങനെ ജനറലൈസ് ചെയ്യാന്നല്ല. അപ്പം ഈ മത്സ്യബന്ധന സമൂഹങ്ങളിൽ ഉണ്ടാകുന്ന ക്ലാഷുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ അതിൽ സ്റ്റേറ്റും പൊളിറ്റിക്കൽ പാർട്ടീസും ഭയങ്കര റോളുള്ളതാണ്. അവർ സംയമനത്തോടെ അത് ഒത്തുതീർപ്പാക്കുകയോ പരിഹരിക്കുകയോ ചെയ്യുന്ന കാര്യം അവരവരുടെ ഒരു പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സിന് വേണ്ടിയോ മറ്റോ അത് കൂടുതൽ തീവ്രമാക്കുകയും അതിങ്ങനെ തന്നെ ആ ക്ലാഷുകൾ നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ സ്റ്റേറ്റിന് ഒരു റോളുണ്ട്, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. സ്റ്റേറ്റിൻ്റെ എന്താ പറയുക ഈ ഒരു റോള് നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് അത് ഇവർക്ക് അന്തർലീനമായിട്ട് ജനറ്റിക്കലായിട്ടുള്ള അക്രമവാസന എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം ഞാൻ ഇടപഴകിയിട്ടുള്ള മനുഷ്യർ വളരെ നിഷ്കളങ്കരായിട്ടുള്ള, വളരെ ആതിഥ്യ മര്യാദയുള്ള, അപ്പോൾ ഞാനിപ്പോൾ അവരുടെ വിദ്യാർത്ഥികളൊക്കെ കുറേ പഠിപ്പിക്കാനൊക്കെ അവസരം കിട്ടിയപ്പോൾ വളരെ നിർമാല്യമായിട്ടുള്ള ബാല്യങ്ങളോട് കടന്നു പോകുന്നത്. അവർ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പം ലഹരി ഉപയോഗം മറ്റൊക്കെ അവർക്കൊരു പ്രതിസന്ധിയായിട്ട് മുന്നിലുള്ള ഒരു കാര്യമാണ്. അപ്പം എന്താ വെച്ചാൽ ഇതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഇത്തരത്തിലുള്ള പുകമറകളിലാണ് നമ്മുടെ ചർച്ചകൾ പോകുന്നത്. അപ്പോൾ ഇവരുടെ ഇടയിൽ തന്നെ ഞാൻ പറഞ്ഞു, ഇവരുടെ ഇടയിൽ തന്നെ ഒരു പീസ് ബിൽഡിംഗ് മെക്കാനിസം ഉണ്ട്. അതിലൊന്നും അവരെ ഒന്നും ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊന്നും ഇൻവോൾവ് ചെയ്യാതെയാണ്
പലപ്പോഴും എന്തെങ്കിലും ക്ലാഷുകൾ ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റും പൊളിറ്റിക്കൽ പാർട്ടീസും അവിടെ ഇടപെടുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ ഒരു കോവിഡ് സമയത്ത് ഭീമാപള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. പട്ടാളത്തൊക്കെ ഇറക്കിയിട്ട് ഇതെന്തോ ഭീകര സ്ഥലമാണ്, ഇവിടെ ഇവർ അങ്ങനെ ജനങ്ങളും പോലീസൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്, അതിങ്ങനെ റീഇൻഫോഴ്സ് ചെയ്യണം സ്റ്റേറ്റ് തന്നെ. പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ പുറമേയുള്ള നമ്മളുടെ അടക്കമുള്ള ആളുകളും ഉണ്ട്. പക്ഷെ നമ്മൾ നേരിട്ട് വളരെ അൺബയസ്ഡ് ആയിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതൊക്കെ വളരെ പൊള്ളയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പലപ്പോഴും പല സ്റ്റീരിയോ ടൈപ്പുകളും വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ്. അതിലെ പവർ റിലേഷൻസ് നമ്മൾ ഇഗ്നോർ ചെയ്യും. എന്നിട്ട് നമ്മൾ ചില ഔട്ട്ലി പുറമേ കാണുന്ന ചില കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ തന്നെ അതൊക്കെ ശരിയാണ്, ഇതുകൊണ്ടാണ് ഇവരിങ്ങനെ കിടക്കുന്നത് നമ്മൾ വിചാരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇര കൂടിയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. അപ്പോൾ ആ ഒരു എന്താ പറയുക ലെൻസിൽ നിന്ന് നമുക്കത് കാണാൻ പറ്റിയാൽ നമുക്ക് ഇതും വായിക്കാവുന്നേ ഉള്ളൂ. ഈ മത്സ്യബന്ധന ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവർ വളരെ അപകടമായൊരു ഫീൽഡിലാണല്ലോ ജോലി ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു മേഖലയിലെ ആളുകൾ വളരെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തീരദേശ മേഖലകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും കുടിലുകളിലൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരുടെ മക്കൾക്ക് ഫിഷർമാൻ സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട് എന്ന് കേട്ടിരുന്നു. അപ്പം അത്തരത്തെ കാലം ഈ ഗവൺമെൻറ് നമുക്കിപ്പോൾ അവരില്ലാതെ ഇപ്പോൾ മലയാളി ആവട്ടെ മറ്റാളുകളെ ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ദിവസം മീൻ കിട്ടാതെ നമുക്ക് ജീവിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അത്രയും സമൂഹത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇത്തരം ആളുകളെ ഉയർത്തി കൊണ്ടുവരുന്ന വേണ്ടില്ല, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സംവിധാനങ്ങൾ എത്രത്തോളം ഇടപെടുന്നുണ്ടെന്നില്ലേ? വളരെ പരിമിതമായിട്ടുള്ള ഇടപെടലാണ് ഉള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു എന്താ പറയുക പരിഗണന ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു സാമൂഹിക രാഷ്ട്രീയ വശം എന്താണെന്നുള്ളത്. ഇനി മറ്റു കാര്യങ്ങൾ ഇപ്പോൾ കേരള ഫിഷറീസ് ആണെങ്കിൽ പോലും ഈ സ്കോളർഷിപ്പ് എഡ്യൂക്കേഷണൽ സംഗതികളിലൊക്കെ ഏറ്റവും മാർജിനൈസ് ആയിട്ട് എടുക്കുന്നത് മുസ്ലിങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു ഓറിയൻറ്റേഷൻ വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഇടയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇതെങ്ങനെയാണ് അക്വയർ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊന്നും പലപ്പോഴും ഒരു ബോധമില്ല, ഒരു എന്താ പറയുക ബോധവൽക്കരിക്കാനും ആളില്ല. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, അതിനൊക്കെ മാതൃകയാക്കാൻ പറ്റുന്നതാണ് ക്രിസ്ത്യൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി. ഇപ്പോൾ പെരുമാതുറയുടെ ഇപ്പുറത്ത് തന്നെ മരിയനാട്, അതുപോലെ താഴമ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യൻ തുറകളുണ്ട്. അവിടെ ഒരുപാട് പേര് ഇറ്റലിയിൽ, യൂറോപ്പിൽ, ഇസ്രായേലിലടക്കം ജോലി ചെയ്യുന്ന മത്സ്യബന്ധന സമൂഹങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് നല്ല ചെറുപ്പം മുതലേ വിദേശ അവസരങ്ങളെ പറ്റിയുള്ള എന്താ പറയുക ബോധവൽക്കരണവും മറ്റൊക്കെ നടക്കുന്നുണ്ട്. നേരെ തിരിച്ച് പെരുമാതുറയിലെ അവസ്ഥ എന്താ വെച്ചാൽ ഈ അവിടെ തന്നെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഞാൻ എൻ്റെ ഫീൽഡിൽ നിന്നൊരു ഉദാഹരണം പറയാം കേട്ടോ. അവിടെ തന്നെ എലൈക്കമാർ അല്ലെങ്കിൽ ലബ്ബമാർ എന്ന് പറയുന്നിട്ടുള്ള ഒരു മുസ്ലിം വരേണ്യ വിഭാഗമുണ്ട്. ഇപ്പുറത്ത് വട്ടത്തുകാരെന്ന് പറഞ്ഞിട്ടുള്ള മത്സ്യബന്ധന സമൂഹമുണ്ട്. ഇപ്പുറത്തുള്ളവരിൽ നല്ല സോഷ്യലി എലൈറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻ്റ് ഒക്കെ കിട്ടിയവരും ഇപ്പുറത്തുള്ളവർ 10ാം ക്ലാസ് വരെ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന കുട്ടികളുമാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ഒരു സഹകരണത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം കുറവായിരുന്നു. ഇപ്പോൾ അവരൊരു സാമൂഹ്യ ഉദ്ധാരണത്തിൻ്റെ പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ അത് നിഷേധിക്കുന്നില്ല ഒബ്വിയസ്ലി. പക്ഷേ എങ്കിൽ പോലും പ്രോപ്പറായിട്ട് പിന്നെ എന്താ വെച്ചാൽ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇവിടെ മുതലപ്പൊഴി എന്ന് പറഞ്ഞൊരു ഹാർബർ വന്നതിന് ശേഷം മുസ്ലിങ്ങൾക്ക് തന്നെ കുട്ടികൾ തന്നെ ഹാർബറിൽ പോയ ഒരു ദിവസം 1000-1500 ഉണ്ടാക്കാം. അപ്പോൾ വീട്ടുകാർക്ക് തന്നെ കുട്ടികൾ കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു ചിന്തയില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ട് ഈ തൊഴിലിൽ നിന്ന് കര കയറണം എന്നുള്ള ഒരു കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല, അത് അവരുടെ സമീപനം തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷെ ഇതിൻ്റെയൊക്കെ അനിശ്ചിതത്വം നിന്ന് ഒരാൾ മാറാൻ തയ്യാറാവാത്ത ഇതിൽ കുട്ടികളടക്കം ഇതിൽ നിന്ന് കിട്ടുന്ന എന്താ പറയുക നൈമിഷികമായിട്ടുള്ള വരുമാനം മറ്റുമൊക്കെ അതിൽ തന്നെ തുടരാൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് സങ്കീർണമായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഓറിയൻറ്റേഷൻ മറ്റുമൊക്കെ നമുക്ക് നൽകാൻ കഴിയണം. മുസ്ലിങ്ങൾ പൊതുവേ ഇപ്പോൾ ഞാനടക്കം ഉള്ള സമൂഹം കുറേ ഫസ്റ്റ് ജനറേഷൻ ഗ്രാജുവേറ്റ്സ് ആണ്. അപ്പോൾ അതുപോലത്തെ ഒരു സാഹചര്യം ഇവർക്കില്ല. ഇവരുടെ ഇടയിൽ തന്നെ ഗ്രാജുവേറ്റ്സ് കുറവാണ്. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഓർഗനൈസേഷൻസും മറ്റുമൊക്കെ കുറച്ചും കൂടി ഫോക്കൽ ഗ്രൂപ്പുകളായിട്ടും മറ്റുമൊക്കെ ഇവരുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കണം. കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് ചെയ്യാനുണ്ട്, സ്റ്റേറ്റിനും അതിലുപരി ഒരുപാട് ചെയ്യാനുണ്ട്, അഡ്രസ്സ് ചെയ്യാനുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഓരോ മഴക്കെടുതികളും കടൽക്ഷോഭങ്ങളും സീസണിൽ ജോലിയില്ലാത്തതും പല പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ അവരെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും അവരുടെ ആവാസ വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇസ്ലാമികരായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ അവിടെ 1-2 റൂമുള്ള മുറികളാണ് ഉണ്ടാവില്ല. ഇപ്പോൾ സ്ത്രീകൾക്ക് നിസ്കരിക്കാനും ശുദ്ധിയോടെ കഴിയാനുള്ള റൂമുകൾ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അവരവിടെ ഒരു തയ്ക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വാമ്പ്യ പോലത്തെ സ്ത്രീകൾ നിസ്കരിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രയർ ഹാൾ പോലത്തെ സംഗതി ഉണ്ട് പെരുമാതുറയിൽ. അപ്പോൾ അവിടെ വരെ തന്നെ നേരിക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥ, ഇലക്ട്രിസിറ്റി വരാത്ത അവസ്ഥ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവിടുത്തെ സ്ത്രീകൾ നമ്മളോട് വന്നപ്പോൾ പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മതപരമായിട്ടുള്ള നിർബന്ധ കാര്യങ്ങൾ തന്നെ അവർക്ക് ചെയ്യാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകാത്ത കാര്യങ്ങൾ അതുപോലും അഡ്രസ്സ് ചെയ്യപ്പെടാത്ത അവസ്ഥകൾ ഉണ്ട്. അപ്പോൾ
നമ്മൾ കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് ചെയ്യാനുണ്ട്, സ്റ്റേറ്റിനും അതിലേറെ ചെയ്യാനുണ്ട്. ഈ ഒരു പരിമിതമായിട്ടുള്ള സമയത്ത് കുറച്ച് അധികം എടുത്തിട്ട് പല കാര്യങ്ങളും പറയാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫീൽഡ് വളരെ പരിമിതമാണ്. ഞാൻ ഒരു ഗവേഷക വിദ്യാർത്ഥിയാണ്, ഫസ്റ്റ് ഇയർ PG എത്തിയിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഫാക്ച്വലായിട്ടുള്ള എററോ ക്ലെയിംസോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, തിരുത്തണം. ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും.